ഹലോ എവരിവൺ. സോ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കോഴ്സിലെ 7th മൊഡ്യൂളായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. സോ വെൻ ഇറ്റ് കംസ് ടു വാട്ട് ഈസ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊരു സിഗ്നലിംഗ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനെ ക്യാപ്ചർ ചെയ്യാനും നമ്മുടെ ബ്രെയിനിന് അത് മനസ്സിലാക്കി കൊടുക്കാനും അതിൻ്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മുടെ ബോഡിക്കകത്ത് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ചൂടുള്ള എന്തിലെങ്കിലും തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂടാണ് എന്നുള്ളത് ത്രൂ ദ സിഗ്നൽസ് ഓഫ് ന്യൂറോൺസ് പാസ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ അത് എത്തുന്നതും ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും നമുക്കത് ചൂടാണ് എന്നുള്ള ആ ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നു ചെയ്യുന്നത്. ദ സെയിം വേ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇൻ കമ്പ്യൂട്ടേഷണൽ മോഡൽസ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് വെൻ കം ടു ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബ്ലോക്കാണ്. അല്ലെങ്കിൽ ഡീപ്പ് ലേണിങ്ങിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും എന്താ പറയുക, ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന കണ്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ ചൂടിനെ നമ്മുടെ ഫിംഗർ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിനെ നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്ത് തരുന്ന പോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സും എന്തെങ്കിലും പർട്ടിക്കുലർ പാറ്റേണിനെ ഒക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്ത് തരുന്നതിന് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു രീതി തന്നെയാണ് ആരും വർക്ക് ചെയ്യുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വർക്ക് ചെയ്യുന്നത്. അവർ യൂസ് ചെയ്യുന്നത് ഡിസൈൻ ടു റെക്കഗ്നൈസ് പാറ്റേൺസ് ആൻഡ് ലേൺ ഫ്രം ഡാറ്റ ബൈ അഡ്ജസ്റ്റിംഗ് ഇന്റേണൽ പാരാമീറ്റേഴ്സ്. കുറച്ച് ഇന്റേണൽ പാരാമീറ്റേഴ്സും മറ്റും റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് പാറ്റേൺസിനെയും മറ്റും പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് നമുക്ക് ആരെ യൂസ് ചെയ്യുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇന്റേണൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് വെയ്റ്റ്സ് ആവാം, അല്ലെങ്കിൽ ബയാസസ് എന്നൊക്കെ പറയാറുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷൻ്റെ ഓരോ സെഷനിലായിട്ടും പഠിക്കാം. സോ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ മോഡലാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണോ ഫങ്ഷനിങ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും പർട്ടിക്കുലർ പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യാനാവാം, അല്ലെങ്കിൽ ഇമേജസിനെ റെക്കഗ്നൈസ് ചെയ്യാനാവാം, അല്ലെങ്കിൽ ഫീലിങ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഡാറ്റകളെയും ഇമേജസുകളെയും മറ്റും കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം. അങ്ങനെയുള്ള പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഒരു കമ്പ്യൂട്ടേഷണൽ മോഡലാണ് എന്തെന്ന് പറയുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. വെൻ ഇറ്റ് കംസ് ടു ദ ലേയേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, നമ്മൾ ബേസിക് ആയിട്ട് ഏറ്റവും സിമ്പിൾ വേയിൽ എങ്ങനെയാണ് അതിൻ്റെ ആർക്കിടെക്ചർ എന്നുള്ളതാണ് പറയുന്നത്. ഇത് കോംപ്ലക്സിറ്റി ആയി കൂടിയിട്ട് വരുന്നുണ്ട്. ബട്ട് ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇവിടെ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ കരുതുക, ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സിന് മെയിനായിട്ടും ഒരു നോർമൽ ഒരു ഏറ്റവും എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്കിനെ NN എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നും ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. മെയിനായിട്ടും ഒരു ന്യൂറൽ നെറ്റ്വർക്സിനകത്ത് 3 ലെയേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഇൻപുട്ട് ലെയർ ഉണ്ട്, ഒരു ഹിഡൻ ലെയർ ഉണ്ട്, ആൻഡ് ദർ ഇസ് ആൻ ഔട്ട്പുട്ട് ലെയർ. ദീസ് ആർ ദ മെയിൻ layers or the main architecture working behind the neural networks. Okay, so we can move to each layers which ഓരോ ലെയറിലെയും നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ലെയർ ആണ് ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. ഇൻപുട്ട് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തിനെയാണോ നമ്മൾ കൊടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഫേസ് റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ ഫേസ് ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോണിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങളുടെ ഫേസ് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ആണ് അതിൻ്റെ എന്ത് എന്ന് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത്. അവിടെ അപ്പം ക്യാപ്ചർ ചെയ്യുന്ന നിങ്ങളുടെ ആ ഫേസ് ആണ് അപ്പത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ആ ഫേസിനെ
അങ്ങനെയല്ലല്ലോ എടുക്കുക. സിസ്റ്റത്തിന് ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇമേജിനെ അതേപോലെ അല്ല എടുക്കുന്നത്. ഇമേജിനെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ പിക്സൽസ് ആക്കി മാറ്റും. അതിനെ സീറോസ് ആൻഡ് വൺസ് ആക്കിയിട്ട് മാറ്റിയിട്ടാണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ആ ഒരു കാര്യങ്ങൾ നടക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. വിച്ച് റിസീവ്സ് ദ ഇനീഷ്യൽ ഡാറ്റ ഓർ ഫീച്ചേഴ്സ് ദാറ്റ് നീഡ് ടു ബി പ്രോസസ്ഡ്. എന്താണോ പ്രോസസ്സ് ചെയ്യേണ്ടത് ആ ഇനീഷ്യൽ ഡാറ്റിനെ റിസീവ് ചെയ്യുന്ന പോയിന്റിനെയാണ് അല്ലെങ്കിൽ ആ ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ. ഈച്ച് ന്യൂറോൺ ഇൻ ദ ഇൻപുട്ട് ലെയർ കറസ്പോണ്ട് ടു ഫീച്ചേഴ്സ് ഓഫ് ദ ഡാറ്റ. നിങ്ങൾ സിംപ്ലി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് ഒരു ന്യൂറോൺ അല്ല ഉള്ളത്. ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. അതിന് ആക്സിയോൺസ് ഉണ്ട്. എവിടെയാണോ സിഗ്നൽസ് വരുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ എന്താ പറയുക എൻസൈംസ് പുറപ്പെടുവിക്കുന്നത് അവിടെ ടച്ച് ചെയ്യുന്ന പോർഷൻസ് ഉണ്ട്. അതിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ടച്ച് ചെയ്യും. അത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്നത്. ദ സെയിം വേ ഒരു ഇൻപുട്ട് ലെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു നമ്മളൊരു സിസ്റ്റത്തിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെയാണ് ഒരുപാട് നോഡുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ന്യൂറോൺസുകൾ ചേർന്നിട്ടാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അവിടെ ഫോം ചെയ്യുന്നത്. സോ ഒരു ഇൻപുട്ട് ലെയറിനകത്ത് ഒരുപാട് എന്തുണ്ടാവും? നോഡ്സുകൾ ഉണ്ടാവും. ഈ നോഡ്സ് എന്ന് പറയുന്നത് ഓരോന്നും ഓരോ ന്യൂറോൺസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ലെയേഴ്സിനകത്ത് നമുക്ക് നമ്മുടെ എന്താണോ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത്, നമ്മുടെ ഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ച് ആയിക്കോട്ടെ, നമ്മുടെ വോയിസ് ആയിക്കോട്ടെ, നമ്മുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, എന്താണോ അവിടെ അവർ അനലൈസ് ചെയ്യുന്നത്, ആ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് എന്ത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് എന്താണോ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. അതിനെ റിസീവ് ചെയ്യുകയും അതിനെ എങ്ങനെയാണ് മാറ്റേണ്ടത് ആ രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇമേജിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പിക്സൽസ് ആക്കിയിട്ട് മാറ്റിയായിരിക്കും ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിംഗ് നടത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പെസിഫിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണോ ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിന്റെ സ്പെസിഫൈ ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് റെക്കഗ്നൈസേഷൻ നടത്തുന്ന അല്ലെങ്കിൽ വോയിസിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു വിമൺ വോയിസിനെ ഒരു മാൻ വോയിസിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ഇമേജ് ഇട്ടിട്ടൊരു കാര്യമില്ലല്ലോ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻപുട്ട് എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കണം അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദെൻ അതിന് കറസ്പോണ്ടിങ് എങ്ങനെ മാറ്റണം, സിസ്റ്റത്തിന് അതിനെ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സുകളൊക്കെ നടത്തുന്നതാണ് ഇവിടെ ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണാം. ഈ ഫിഗറിനകത്ത് ഈ വരുന്ന ഒരു പോർഷനെയാണ് ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ. എന്താണോ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഇൻഫർമേഷൻസ് അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ലെയറിലേക്കായിട്ട് മാറ്റുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലെയർ ആണ് നെക്സ്റ്റ് ലെയർ ആണ് ഔട്ട്പുട്ട് ലെയർ. ഈ കാണുന്ന ബ്ലൂ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ എഗെയിൻ നമ്മുടെ മൊബൈലിന്റെ ഫേസ് റെക്കഗ്നൈസേഷൻ തന്നെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഫേസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഞാൻ ഫേസ് റെക്കഗ്നൈസേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫേസ് ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിനെ അത് ഐഡന്റിഫൈ ചെയ്യുകയും അത് ഓപ്പൺ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഫൈനൽ റിസൾട്ട് എന്താ? ആ ഫേസിനെ റെക്കഗ്നൈസ് ചെയ്യുക, ഫേസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എല്ലാതും സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് അല്ലെ? സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് നമ്മൾ എന്തും ചെയ്യാറുള്ളത്. സോ സീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഫേസ് എന്താണ്? ഫാൾസ് ആണ്. എൻ്റെ ഫേസ് അല്ല അവിടെ ഇമേജ് ആയിട്ട് ഇൻപുട്ട് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് മീൻ ചെയ്യാം. 1 ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ട്രൂ ആണ് എന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? ഓപ്പൺ ആക്കി തരും. ആ ഒരു രീതിയിലേക്ക് സീറോ ആൻഡ് വൺസ്, അതായത് കറക്റ്റ് ആണോ നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക, ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാതിരിക്കുക. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് ലെയറിനകത്ത് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെയറിന്റെ വർക്ക് എന്ന് പറയുന്നത്. ഫൈനൽ റിസൾട്ട് ഓഫ് ദ നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഷൻ. എന്താണ് ആ നെറ്റ്വർക്ക്? എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നെറ്റ്വർക്ക് ആണോ അത്, അല്ലെങ്കിൽ സിസ്റ്റം കമ്പ്യൂട്ടേഷണൽ മോഡൽ ആണോ അത്, അതിന്റെ ആ ഫൈനൽ റിസൾട്ട്, അതിൽ കൊടുക്കേണ്ട ഫൈനൽ റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആണ് ഹിഡൻ ലെയർ. ഈ ഇൻപുട്ട് ലെയറിന്റെയും ഔട്ട്പുട്ട് ലെയറിന്റെയും
മിഡിലിൽ വരുന്ന ലെയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. അഗൈൻ ഞാൻ പറയാണ്, ഒരു ഇൻപുട്ട് ലെയർ മാത്രം ഇൻപുട്ട് ലെയറിന്റെയും ഔട്ട്പുട്ട് ലെയറിന്റെയും ഇടയിൽ വരുന്ന ലെയേഴ്സിനെയാണ് നമ്മൾ ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത് ഒരു ലെയർ മാത്രമായിരിക്കാം മേ ബി. ഇവിടെ ഇപ്പോൾ ഈ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 ലെയേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഹിഡൻ ലെയർ ആണ്, ഇത് മറ്റൊരു ഹിഡൻ ലെയർ ആണ്, ഇത് വേറൊരു ഹിഡൻ ലെയർ ആണ്. സിംഗിൾ ആയിട്ട് ഒരു ഹിഡൻ ലെയർ മാത്രമുള്ള സിസ്റ്റംസ് ഉണ്ടാവാറുണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ടാവാറുണ്ട്. 2 ഹിഡൻ ലെയേഴ്സ് മാത്രമുള്ളത് ഉണ്ടാവാറുണ്ട്. 3ൽ കൂടുതൽ ഹിഡൻ ലെയേഴ്സ് ഉള്ള സിസ്റ്റം ഉണ്ടാവാറുണ്ട് ട്ടോ. സോ ഈ ഹിഡൻ ലെയർ ആണ് മെയിൻ കമ്പ്യൂട്ടേഷൻ ആ നെറ്റ്വർക്കിനകത്ത് നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് അല്ലെങ്കിൽ ഫേസിനെ പിക്സലാക്കി മാറ്റി അതിനകത്ത് നടത്തേണ്ട കമ്പ്യൂട്ടേഷൻസ് എല്ലാം നടത്തി ഓൾറെഡി ഉണ്ടായിരുന്ന ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നതും അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതും കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് അതിന് റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നതും ആരാണ്? ഈ ഹിഡൻ ലെയേഴ്സിന്റെ വർക്കാണ്. ഇറ്റ് ഈസ് ദ ഇന്റർമീഡിയറ്റ് ലെയർ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലെയേഴ്സ്. ഇൻപുട്ട് ലെയറിന്റെയും ഔട്ട്പുട്ട് ലെയറിന്റെയും ഇടയിൽ വരുന്ന ഇന്റർമീഡിയറ്റ് ലെയർ ആണ് ആരെന്ന് പറയുന്നത്? ഹിഡൻ ലെയർ എന്ന് പറയുന്നത്. ദേ പെർഫോം കമ്പ്യൂട്ടേഷൻ ഓൺ ദ ഇൻപുട്ട് ഡാറ്റ ത്രൂ വെയ്റ്റഡ് കണക്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺസ് ആൻഡ് ട്രാൻസ്ഫോംഡ് യൂസിങ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. എന്താണ് വെയ്റ്റഡ് കണക്ഷൻസ് എന്നുള്ളതും എന്താണ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് എന്നുള്ളതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ട്ടോ. ഇപ്പൊ സിംപിളി മനസ്സിലാക്കി വെക്കുക, ഇൻപുട്ട് ഡാറ്റനെ എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടേഷൻ നടത്തുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ടിനെ പ്രൊവൈഡ് ചെയ്തു തരുന്ന ആളുമാണ് ആരെന്ന് പറയുന്നത്? ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. ദ ഹിഡൻ ലെയേഴ്സ് ഇൻ എസെൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രാക്ടിങ് ഫീച്ചേഴ്സ് ആൻഡ് പാറ്റേൺ ഫ്രം ദ ഡാറ്റ. നിങ്ങൾക്ക് കൊടുക്കുന്ന ഡാറ്റയിൽ നിന്ന് പാറ്റേൺസിനെയും ഫീച്ചേഴ്സിനെയും എക്സ്ട്രാക്ട് ചെയ്യുകയും അതിന് ഫൈനൽ റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ആളുമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. So when it is considering the layers of neural networks, there are mainly 3 neural networks layers: input layer, output layer. In between them, there is a hidden layers. Okay, now let's discuss about the other components of networks, neural networks. We already said that there is 3 layers in neural networks. Now we are considering the next different types of other components which is used in the network layers. The same way, ഈ 3 ലെയേഴ്സുകൾക്കിടയിൽ കമ്പ്യൂട്ടേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻപുട്ട് എടുത്ത് അതിന്റെ ഫൈനൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് വരെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ നെറ്റ്വർക്ക് കമ്പോണൻസിന്, ഈ ലെയേഴ്സിനിടയിലേക്ക്. അങ്ങനെ വരുന്ന ഫസ്റ്റ് വൺ ആണ് വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്ന് പറയുന്നത്. വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്ന് പറയുന്നത്. വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്സിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന എക്സ്ട്രാ പാരാമീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രാ അഡ്ജസ്റ്റബിൾ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പൊ സിംപ്ലി മനസ്സിലാക്കി വെക്കുക. വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാല്യൂസ് ആണ്, പൊതുവെ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്ന് പറയുന്നത്. വിച്ച് ആർ അഡ്ജസ്റ്റബിൾ പാരാമീറ്റേഴ്സ്. അഡ്ജസ്റ്റബിൾ പാരാമീറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റബിൾ വെയ്റ്റ്സ് ആൻഡ് ബയാസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോ ഇപ്പോ നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് പല ഇൻപുട്സുകളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെയാണോ നമുക്ക് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്, ഇല്ലേ? അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോമിനകത്തേക്ക് വാലിഡേഷനും മറ്റും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എറർ ആയിട്ടുള്ള ഡാറ്റകൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും. ആ റിസൾട്ട് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തന്നെയാണോ, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ട റിസൾട്ട് തന്നെയാണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. ദ സെയിം വേ നമ്മൾ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിനെ, ഇപ്പോൾ ഒരു ഫേസ് റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്, അതിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ വാല്യൂസ് ഇട്ടിട്ട് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കും. അതായത് ഫേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫേസിനെ തന്നെയാണോ ഇത് റിസൾട്ട് തരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണോ ഔട്ട്പുട്ട് തരുന്നത് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്.
അങ്ങനെ നോക്കുന്നതിന് സമയത്ത് പ്രോബ്ലംസ് വരാം. അതായത് ആ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിക്കണ സമയത്ത്. നമ്മൾ അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു ഹ്യൂമൻ ബീയിനെ പോലെ വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളായിട്ടാണ് ഇവരൊക്കെ മാറുന്നത്. സോ നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന ആളെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നതായിരിക്കണം റിസൾട്ട് എന്ന് നമ്മൾ അതിനെ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ആദ്യം വരും. അതിൽ നിന്നല്ലേ നമ്മളൊരു ബെറ്റർ പേഴ്സണെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയാറുള്ളത്. അതേപോലെ തന്നെ സിസ്റ്റം ബെറ്റർ ആവുന്നത് ഒരുപാട് ട്രെയിനിങ്ങുകൾ ചെയ്തിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് വരുന്ന പല വാല്യൂസിനകത്തും പാരാമീറ്റേഴ്സിനകത്തും ചേഞ്ചസുകൾ വരുത്തേണ്ടി വരും. അങ്ങനെ ചേഞ്ചസ് വരുത്തുന്ന പാരാമീറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇതിനകത്ത് ചേഞ്ചസുകൾ വരുത്തിയിട്ടാണ് നമ്മൾ കറക്റ്റ് റിസൾട്ടിനകത്തേക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ. സോ ചില സമയങ്ങളിൽ ഇപ്പോൾ ആ സിസ്റ്റം റിലീസ് ചെയ്തതിന് ശേഷം അവിടെ ട്രെയിനിങ് അല്ല നടക്കുന്നത്. ഒരു നോർമൽ യൂസർ യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണം. ആ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാല്യൂസിൽ മാറ്റങ്ങളും ഒക്കെ വരുത്തിയിട്ടായിരിക്കും ഈ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ വെയിറ്റ് ആൻഡ് ബയാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപിളി ഇത്ര മനസ്സിലാക്കി വെക്കുക. ദേ ആർ ദ ന്യൂമറിക്കൽ പാരാമീറ്റേഴ്സ്, അഡ്ജസ്റ്റബിൾ പാരാമീറ്റേഴ്സ് ആണ് അസോസിയേറ്റഡ് വിത്ത് കണക്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺസ്. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോൺസിനകത്തേക്ക് കണക്ഷൻ പോകുന്ന സമയത്ത് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വാല്യൂസിനെയാണ് എന്തെന്ന് പറയുന്നത് വെയ്റ്റ്സ് ആൻഡ് ബയാസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എപ്പോഴും കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യാനും അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ആളുകളാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ സിമ്പിളി മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഹ്യൂജ് വാല്യൂസ് ഒക്കെ കാരണം കിട്ടുക നമുക്ക്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്യാഷുമായി ഇടപെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് 1000 10,000 അല്ലെങ്കിൽ 4 ഡിജിറ്റ്സ് 5 ഡിജിറ്റ്സ് നമ്പേഴ്സിലൊക്കെ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ സിസ്റ്റം കമ്പ്യൂട്ടറിന് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വാല്യൂസ് കിട്ടുന്നത് റിസൾട്ട് വരെ നമുക്ക് ചിലപ്പോൾ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ കേട്ടോ. ഇതൊരു എക്സാമ്പിൾ മാത്രമായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ വാല്യൂസ് കിട്ടുന്നത് മൈനസ് ഇൻഫിനിറ്റിന്റെയും അതേപോലെ തന്നെ പ്ലസ് ഇൻഫിനിറ്റിന്റെയും ഇടയിലുള്ള എന്തെങ്കിലും വാല്യൂസ് ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അതായത് മോഡല് അനലൈസ് ചെയ്ത് വന്ന് കിട്ടുന്ന റിസൾട്ട് മേ ബി ഒരു വാല്യൂ, അതായത് 0 മുതൽ അല്ലെങ്കിൽ മൈനസ് ഇന്റിജർ വാല്യൂ മുതൽ ന്യൂമറിക്കൽ വാല്യൂ മുതൽ ഇൻഫിനിറ്റി പ്ലസ് പോസിറ്റീവ് ഇൻഫിനിറ്റിയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് എപ്പോഴും സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ ഈ ഒരു വാല്യൂവിനെ നമ്മൾ സീറോസ് ആൻഡ് വൺസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സീറോസ് ആൻഡ് വൺസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ സീറോസ് ആൻഡ് വൺസിന് ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂ തന്നെയായിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് വരിക. ആ സമയത്ത് നമുക്ക് അവിടെ ആവശ്യം വരില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ന്യൂറൽ നെറ്റ്വർക്സിനിടയിൽ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാറുണ്ട്. ഇത് AI മുൻപ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും. സിഗ്മോയിഡ്, അതേപോലെ തന്നെ ടാനച്ച്, RULU, റിഗ്രഷൻ ഫംഗ്ഷൻസ് പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും. ഇങ്ങനെ കുറേ റിഗ്രഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻസ് ആണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ ആണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എഗെയിൻ ഇതിന്റെ അണ്ടറിലും 3 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഫോർവേഡ് പ്രൊപ്പഗേഷൻ, മറ്റൊന്ന് ലോസ് ഫംഗ്ഷൻ ആൻഡ് അനദർ വൺ ഈസ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഇതിനകത്ത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് മുതൽ ഔട്ട്പുട്ട് വരെ ഡാറ്റനെ ഫ്ലോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഡയഗ്രാം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഡാറ്റ ഇവിടുന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഇതുവരെ ആ ഒരു കൺസെപ്റ്റിനെയാണ് എസ്പെഷ്യലി ഇൻപുട്ട് ലെയർ ടു ഔട്ട്പുട്ട് ലെയർ ഡാറ്റ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ തൊട്ട് ഔട്ട്പുട്ട് ലെയറിൽ നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ആ ഒരു ഫ്ലോനെയാണ് എന്ത് പറയുന്നത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഫോർവേഡ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും എറർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത എൻ്റെ ഫോണ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫേസിനെ കാണിച്ചു. അതായത് എൻ്റെ ഫേസിനെ ക്യാമറ ക്യാപ്ചർ ചെയ്തു. ഓട്ടോമാറ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്റം ഓപ്പൺ ആവണ്ടേ? പക്ഷേ ലോസ് ഫംഗ്ഷൻ ഇതൊന്നും നമ്മുടെ ഫോണിലേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാവാറില്ല. വളരെ വിരളമായിട്ട് ചില സിസ്റ്റങ്ങളിലൊക്കെ ചില കമ്പനികളുടെ സിസ്റ്റത്തിലൊക്കെ പലരുടെയും ഫേസസ് റെക്കഗ്നൈസ് ചെയ്ത് ഓപ്പൺ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട്.
പക്ഷേ ഇതൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം വന്നു പോകുന്ന കാര്യങ്ങളാണ്. ആ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത് ഈ ഒരു ലോസ് ഫംഗ്ഷനൊക്കെ ഒരുപാട് ചാൻസസുകളുണ്ട്. അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് നമുക്കൊരു സിസ്റ്റം റിലീസ് ചെയ്ത് തരുന്നത്. കമ്പനീസുകൾ പലതും റിലീസ് ചെയ്യുന്നത്. സോ ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്റെ ഫേസ് ക്യാപ്ചർ ചെയ്ത് എനിക്ക് ആ സിസ്റ്റം ഓപ്പൺ ആക്കണം. എന്റെ ഫോൺ ഓപ്പൺ ആവുകയാണ് വേണ്ടത്. നോർമൽ കേസസിനകത്താണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒരു ഫേസ് കൊടുത്തു. ഒറിജിനലി ആ ലോക്ക് ചെയ്ത ഫേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ സിസ്റ്റം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരുന്ന റിസൾട്ട് ഫാൾസ് ആണ്. അതായത് നമ്മുടെ സിസ്റ്റം ഓപ്പൺ ആവുന്നില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരികയാണ്. ആ സമയത്ത് അത് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അതിൽ എറർ ഉണ്ട് എന്നല്ലേ മീൻ ചെയ്യേണ്ടത്. അതിന്റെ ബിഹൈൻഡിൽ നടക്കുന്ന കമ്പ്യൂട്ടേഷനകത്ത്, അതായത് ഹിഡൻ ലെയേഴ്സിനകത്ത് നടന്ന കമ്പ്യൂട്ടേഷനകത്ത് എന്തോ പ്രോബ്ലം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പൺ ആവുക എന്നുള്ളതിന് 1 ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് കരുതുക. പക്ഷേ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ഹിഡൻ ലെയേഴ്സിനകത്ത് കമ്പ്യൂട്ടേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണെന്ന് കരുതുക. കിട്ടിയ വാല്യൂ കമ്പ്യൂട്ടേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ് കിട്ടിയത്. 0.5 ആണ് കിട്ടിയത്. പക്ഷേ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് കറക്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. 1ഉം 0.5ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 1ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇനി എത്ര ഡിഫറൻസ് ഇതിനകത്ത് എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? +0.5ന് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 6ലേക്ക് റീച്ച് ആവത്തുള്ളൂ. 1നകത്തേക്ക് റീച്ച് ആവത്തുള്ളൂ. അതായത് എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിനകത്തേക്ക് 0.5 ആഡ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതായത് ആ എററിനെ മെഷർ ചെയ്യുന്ന, അതായത് 0.5ന്റെയും 1ന്റെ ഇടയിലുള്ള എറർ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ആ ഒരു 0.5നെ ഫൈൻഡ് ചെയ്യുകയും അതിനെ മെഷർ ചെയ്യുകയും ചെയ്യുന്ന, ആ എററിനെ മെഷർ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ 0.5 നമ്മുടെ സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്ത് തരുന്ന വാല്യൂ ആണ്. ദെൻ 1 എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഔട്ട്കം ആണ്. സോ ദ മെഷേഴ്സ് ദ എറർ ബിറ്റ്വീൻ ദ പ്രഡിക്ഷൻ ആൻഡ് ആക്ച്വൽ ഔട്ട്കമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇട്ടിട്ട് കാര്യമുണ്ടോ? ആ സിസ്റ്റത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവോ? ഇല്ല. ആ പ്രഡിക്ഷനെ എന്തിലേക്ക് മാറ്റണം? ടാർഗറ്റ് ഔട്ട്കമിന്, ഒറിജിനൽ ഔട്ട്കമിലേക്ക് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വെയ്റ്റ്സ് ആൻഡ് ബയാസസിനകത്ത് ചേഞ്ചസുകൾ ആര് വരുത്തണം? സിസ്റ്റത്തിനകത്ത് ചേഞ്ചസുകൾ വരുത്തണം. എന്നിട്ട് അതിനെ 1ലേക്ക് മാറ്റണം. പ്രഡിക്ഷൻസ് കറക്റ്റ് ആക്കി എടുക്കണം. ഈ 0.5നെ 1ലേക്ക് മാറ്റണം. ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ എറർ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ആൻഡ് ബയാസസിനകത്ത് ചേഞ്ചസ് വരുത്തണം എന്ന് പറഞ്ഞില്ലേ, അത് നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ആണ് ഫോർവേഡ് പ്രൊപ്പഗേഷൻ നടന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനലി കിട്ടേണ്ട ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിഡൻ ലെയേഴ്സിനകത്ത് അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സിനകത്ത് കൊടുക്കുന്ന വാല്യൂസിനകത്ത്, പാരാമീറ്റേഴ്സിനകത്ത് ചേഞ്ചസുകൾ വരുത്തണം. അതിനെയാണ് ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് ലെയർ ടു ഹിഡൻ ലെയേഴ്സിനകത്തേക്കുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും ഓപ്പറേഷൻസ് എന്തിനകത്ത് നടക്കുന്നുണ്ട്? ഒരു നെറ്റ്വർക്ക് ലെയറിനകത്ത്, നെറ്റ്വർക്ക് സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്സിനകത്ത് നടന്നിട്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ നടത്തിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇനി ഒരു എക്സാമ്പിൾ ആണ്. ബൈ യൂസിങ് എക്സ്പ്ലനേഷൻ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിളും അതിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്ലനേഷൻസും വെച്ചിട്ടും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കരുതുക, എൻ്റെ അടുത്ത് 3 ഫിഗേഴ്സ് ഉണ്ട്. ഒന്ന് ഒരു റെക്റ്റാങ്കിളിന്റെ ഫിഗർ ആണ്. പിന്നെ ഒരു സർക്കിൾ ഉണ്ട്. ദ സെയിം വേ എനിക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 3 ഇമേജസ് ഉണ്ട് എൻ്റെ അടുത്ത്. അതിനകത്ത് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്തത് ഒരു സർക്കിളിനെ ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്തു. ഒരു സർക്കിളിനെയാണ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഇസ് മൈ ഇൻപുട്ട് ടു ദ ന്യൂറൽ നെറ്റ്വർക്ക്. എൻ്റെ കയ്യിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. സോ ആ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുക 3 പാറ്റേൺസിനെയാണ് അല്ലെങ്കിൽ 3 ഷേപ്സിനെയാണ് സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുക. ഒന്ന് റെക്റ്റാങ്കിളിനെ, അല്ലെങ്കിൽ സർക്കിളിനെ, അല്ലെങ്കിൽ ട്രയാങ്കിളിനെ. നമ്മൾ റെക്റ്റാങ്കിൾ കൊടുത്താൽ അത് റെക്റ്റാങ്കിൾ ആണെന്നും, സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് സർക്കിൾ ആണെന്നും, ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ആണെന്നും സ്പെസിഫൈ ചെയ്ത് തരുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷണൽ മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. അതിലേക്ക് ഞാൻ കറന്റ്ലി കൊടുത്തിട്ടുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു സർക്കിളിനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ സർക്കിളിനെ കൊടുത്തിട്ടുണ്ട്, സർക്കിളിന്റെ ഇമേജ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനെ 13x13 എന്ന് പറയുന്ന രീതിയിൽ അതിനെ പിക്സൽസ് ആക്കി മാറ്റും. ഞങ്ങൾക്കറിയാം ഒരു ഇമേജസിനെ എപ്പോഴും പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനെ പിക്സൽസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്.
13/30 പിക്സൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 900 എന്തുണ്ടാവും? പിക്സൽസ് ഉണ്ടാവും. ആ 900 പിക്സൽസിനെയാണ് നമ്മുടെ X1, X2, X3, X4 എക്സെട്ര X900 എന്ന് പറഞ്ഞിട്ട് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്താണോ നമ്മുടെ ഒറിജിനൽ ഇമേജ്, ആ ഇമേജിനെ പ്രോസസ്സ് ചെയ്ത് പിക്സൽസ് ആക്കി മാറ്റിയിട്ടുള്ള ഈ 900 പിക്സൽസുകളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ കണ്ടോ X1ൽ നിന്നും ഈ ബ്ലൂ ബബിൾ സർക്കിളിനകത്തേക്കൊരു ചാനൽ പോകുന്നത് കണ്ടോ? ഒരു ലൈന് കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയ്റ്റഡ് ചാനൽസ് എന്ന് പറയുന്നത്. വെയ്റ്റഡ് ചാനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ X1ൽ നിന്നും പോകുന്ന ഒരു ചാനലാണ് എന്തെന്ന് പറയുന്നത്? 0.8 എന്ന് പറയുന്നത്. ദാറ്റ് മീൻ ഈ X1 എന്ന് പറയുന്ന പിക്സൽ നെക്സ്റ്റ് ലെയറിലേക്ക് അതിന്റെ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 0.8 വാല്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ വെയിറ്റ് എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ടൂർ പോവുകയാണ്. നിങ്ങൾ ടൂർ പോകുന്ന സമയത്ത് ഹോട്ടലിന് ഒരു എമൗണ്ട് ഉണ്ട്, ഫുഡിന് ഒരു എമൗണ്ട് ഉണ്ട്, ട്രാവലിന് ഒരു എമൗണ്ട് ഉണ്ട്. അതായത് വെഹിക്കിളിന് ഒരു എമൗണ്ട് എന്ന് കരുതുക. നിങ്ങളൊരു 4 പേര് ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ 4 പേരും ഇന്ന പോർഷനിലേക്ക്, അതായത് ഇപ്പൊ എയും ബിയും ടൂർ പോകണമെന്നുണ്ടെങ്കിൽ എന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ട്രാവൽക്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ബസ്സിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഹോട്ടലിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കില്ലേ? ദ സെയിം വേ X1 എന്ന് പറയുന്ന പിക്സൽ അതിന്റെ എത്രത്തോളം പോർഷൻ ഈ ഫസ്റ്റ് ഹിഡൻ ലെയറിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യണം. ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര ഹിഡൻ ലെയർ ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഹിഡൻ ലെയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്ര കൊടുക്കണം? അതേപോലെ തന്നെ X2 നെക്സ്റ്റ് ലെയറിനകത്തേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു വാല്യൂവിനെ നമ്മൾ അതിന്റെ എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ X1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ല ട്ടോ. ഈ X1ന് ഒരു വാല്യൂ ഉണ്ടാവും. അറിയാലോ നിങ്ങൾക്ക്. X1 എന്ന് പറഞ്ഞാൽ പിക്സൽ ആണ്. പിക്സലിന് അതിന്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ. ഇനി അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ലെയറിനകത്ത് എന്താ നടക്കുന്നത് നോക്കിയേ. ഇൻപുട്ട് ലെയറിനകത്ത് ഒരു 13/30 പിക്സൽ ഗ്രിഡിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദർ ഈസ് അറൗണ്ട് 900 പിക്സൽസ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കും. ദെൻ ഇവിടെ ഈ ഓരോ പിക്സൽസിനും ദാറ്റ് മീൻസ് X1, X2 എല്ലാം എന്തുണ്ട്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട് ട്ടോ. ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവേ. ദീസ് പിക്സൽ വാല്യൂസ് X1, X2 എക്സെട്ര X100, 900 ആർ ഫെഡ് ഇൻടു ന്യൂറൽ നെറ്റ്വർക്ക്സ്. അതിന് എന്തിലേക്ക് കൊടുക്കും പിന്നെ? ന്യൂറൽ നെറ്റ്വർക്ക്സിനകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഫ്രം ഹിയർ ദ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് സ്റ്റാർട്ടിങ്. ഇവിടുന്ന് മുതൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പിക്സൽ വാല്യൂസിനെ നമ്മൾ എവിടേക്ക് കൊടുത്തു? ന്യൂറൽ നെറ്റ്വർക്ക്സിനകത്തേക്ക് കൊടുത്തു. ഓക്കെ. ഇനി ഹിഡൻ ലെയേഴ്സിനാണ് ഈ ബ്ലൂ ഡാർക്ക് ബ്ലൂ കാണുന്ന മുതൽ ഇത് മുതൽ ഇങ്ങോട്ടേക്ക് ഈ ഒരു 2 ലെയറും എന്താണ്? ഹിഡൻ ലെയർ ആണ്. ആ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഹിഡൻ ലെയർ ആണ് വരുന്നത്. ഇനി എന്താണ് ഹിഡൻ ലെയറിനകത്തേക്ക് പാസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈച്ച് ഇൻപുട്ട് ന്യൂറോൺ ബ്ലൂ സർക്കിൾസ് കണക്ട് ടു മൾട്ടിപ്പിൾ ന്യൂറോൺസ് ഇൻ ദ ഹിഡൻ ലെയേഴ്സ്. ദാറ്റ് മീൻസ് ഇപ്പൊ ഇത് കണ്ടോ? ഇതെല്ലാം ഓരോ ന്യൂറോൺസ് ആണ്. അതായത് ഓരോ നോഡ്സുകളാണ്. ആ നോഡ്സ് ഈ ഒരു ലിങ്ക് വഴി, ഈ ഒരു വെയിറ്റ് വഴി ഹിഡൻ ലെയറിലുള്ള മറ്റൊരു ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. എഗൈൻ ഈ ഒരു ന്യൂറോൺ വീണ്ടും വേറൊരു ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂറോണിലേക്ക് തന്നെ ഇപ്പൊ ഈ ഒരു ന്യൂറോണെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ന്യൂറോണിലേക്ക് X1 എന്നൊരു കണക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ആരിൽ നിന്നും കണക്ഷൻ വരുന്നുണ്ട്? X1 നിന്നും വരുന്നുണ്ട്, X3 നിന്നും കണക്ഷൻ വരുന്നുണ്ട്. കണ്ടോ? ഈ ലൈൻ കണക്ട് ചെയ്യുന്നുണ്ട് X1ലേക്ക്. ആ ന്യൂറോണായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഓരോ ന്യൂറോണും മൾട്ടിപ്പിൾ ന്യൂറോൺസുമായിട്ട് ഹിഡൻ ലെയറിലുള്ള മൾട്ടിപ്പിൾ ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ദി ന്യൂറോൺസ് അപ്ലൈ എ വെയ്റ്റഡ് സംസ് ആൻഡ് ബയാസസ്. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഇവിടെ കണ്ട നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ന്യൂറോണെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത് ഹിഡൻ ലെയറിലെ ന്യൂറോൺ ആണ്. ഇവിടേക്ക് 2 ഇൻപുട്ട് ന്യൂറോൺസ് ഡാറ്റ വരുന്നുണ്ട്. ഒന്ന് X1ൽ നിന്നുമാണ്, ഒന്ന് X3യിൽ നിന്നാണ്. ആണല്ലോ. സോ ഇവിടെ ഒരു വാല്യൂവിനെ ഫൈൻഡ് ചെയ്യും. സോ മിഡിൽ ലെയറിനകത്ത് X1
X2 X3 എന്ന് പറഞ്ഞിട്ടുള്ള എന്തിലേക്ക് വരും? ഹിഡൻ ലെയറിനകത്തേക്ക് വരും. പിക്സൽസിന്റെ ന്യൂമറിക്കൽ വാല്യൂസും ആണ് ട്ടോ. X1 X2 എന്ന് പറയുമ്പോൾ വേരിയബിൾ ആണെന്ന് കരുതരുത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. ആ ന്യൂമറിക്കൽ വാല്യൂ ആണ് എന്തിലേക്ക് വരുന്നത്? ഹിഡൻ ലെയറിനകത്തേക്ക് വരുന്നത്. ഒപ്പം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ചാനലിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വെയിറ്റ് ഉണ്ടാവും. അതായത് ഓരോ പിക്സലും എത്രമാത്രം അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത് പിക്സലിന്റെ ഇമേജസിനെ പിക്സലാക്കിയത് മാത്രമാണ് ട്ടോ. ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടികളുടെ അറ്റൻഡൻസ് ഷീറ്റ് മാർക്ക് ഷീറ്റിനനുസരിച്ച് ആ കുട്ടി ഫെയിൽ ആണോ പാസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ പിക്സൽ എന്നതിന് പകരം ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ എത്രത്തോളമാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളത് എന്നുള്ളതിന്റെ വാല്യൂസ് ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് പോവുക. ആ രീതിയിലാണ് പോവുക കേട്ടോ. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ ആണ് അതിന്റെ ഇൻപുട്ടിന്റെ വാല്യൂ പോകുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഈ ഹിഡൻ ലെയറിനകത്തേക്ക് വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യുക കേട്ടോ. ഈ ഒരു ഹിഡൻ ലെയറിനകത്തുള്ള ഈ ഒരു സിംഗിൾ ന്യൂറോണിനെ കൺസിഡർ ചെയ്യുക. X1ൽ നിന്നും 0.8 എന്ന് പറയുന്ന ചാനലിലൂടെ അല്ലെങ്കിൽ ഒരു ചാനൽ ത്രൂ ആണ് അത് ഹിഡൻ ലെയർ ആയിട്ടുള്ള ഈ ന്യൂറോണിനകത്തേക്ക് എത്തിയിട്ടുള്ളത്. സോ X1 ഇൻറ്റു 0.8 ആണ് നമ്മൾ ചെയ്യുക. എന്താണോ ഈ ന്യൂറോണിന്റെ വാല്യൂ അതേ മൾട്ടിപ്ലൈ ചെയ്യണം ഏത് വെച്ചിട്ട് ചാനലിന്റെ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദ സെയിം വേ ഈ ന്യൂറോണിലേക്ക് തന്നെ കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ചാനലാണ് ആര് എന്ന് പറയുന്നത്? ഫ്രം X3 എന്ന് പറയുന്നത്. പ്ലസ് X3 ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് ചാനലിന്റെ വാല്യൂ എന്താ നോക്കിയേ? 0.2 എന്ന് പറയുന്നതാണ്. സോ ഈ ഒരു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ന്യൂറോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് X1 ഇൻറ്റു 0.8 പ്ലസ് X3 ഇൻറ്റു 0.2 എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇത് ഇനി വേറൊരു ഇപ്പൊ X4ഉം അതുമായിട്ട് കണക്ട് ചെയ്തതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഗെയിൻ ആ വാല്യൂം ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ പ്ലസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എത്രയാണോ ഓരോ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചാനൽസ് ഉള്ളത് അത് ഏത് ഇൻപുട്ടിൽ നിന്നാണോ വരുന്നത് അതേ ഇൻറ്റു ആ ചാനലിന്റെ വാല്യൂ പ്ലസ് ഓരോന്നും സമ്മ് ചെയ്തിട്ടാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഈ ഒരു സിംഗിൾ ഹിഡൻ ലെയറിനകത്തുള്ള ഈ സിംഗിൾ ഹിഡൻ നോഡിന്റെ അല്ലെങ്കിൽ ന്യൂറോണിന്റെ വാല്യൂ കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ് ലെയർ ആണ്. ഇതിനകത്തുള്ള ഓരോന്നും ഓരോ ഹിഡൻ നോഡുകളാണ് അല്ലെങ്കിൽ ഹിഡൻ ന്യൂറോൺ ആണ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു ബയാസ് വാല്യൂവിനെയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ B1 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ബയാസ് വാല്യൂ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ കറക്റ്റ് പ്രെഡിഷനിലേക്ക് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റം ആഡ് ചെയ്ത് കൊടുക്കുന്ന എക്സ്ട്രാ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ബയാസ് അല്ലെങ്കിൽ B1 എന്നുള്ളതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം ചെയ്തിട്ടാണ് ഫൈനൽ ആര് വരുന്നത്? ഈ ഒരു സിംഗിൾ നോഡിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അഗൈൻ ഈ ഒരു ഹിഡൻ ലെയറിനകത്തുള്ള ഈ നോഡിൽ നിന്നും അതിനകത്ത് തന്നെയുള്ള മറ്റൊരു ഹിഡൻ ലെയറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇനി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവിടെ ഒരു ചാനൽ ഉണ്ടാവും. ആ ചാനലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഹിഡൻ ലെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആണ് ഈ 0.9 എന്ന് പറയുന്നത്. അഗൈൻ ഈ ഒരു ഹിഡൻ ലെയറിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ദ സെയിം ഈ ഓപ്പറേഷൻ തന്നെ വീണ്ടും നടക്കും. എത്ര ലേയേഴ്സ് ഉണ്ടോ അതുവരെ ഹിഡൻ ലേയേഴ്സ് ഉണ്ടോ അതിലെല്ലാം ഈ ഒരു ഓപ്പറേഷൻ നടക്കും. അങ്ങനെ ലാസ്റ്റത്തെ ഹിഡൻ ലെയറിൽ നിന്നും ഒരു വാല്യൂ എവിടേക്ക് പാസ് ചെയ്യും? ഔട്ട്പുട്ടിനകത്തേക്ക് പാസ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. So, the activation function such as REL or sigmoid decide whether a neuron activates or not. ഒരു ന്യൂറോൺ ആക്ടിവേറ്റ് ചെയ്യണമോ അല്ലയോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ആ ബയാസ് വാല്യൂ ഒക്കെ കൊടുത്ത് നമ്മൾ അതിന് ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആക്ടിവേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. ആക്ടിവേഷൻ ഫംഗ്ഷൻ ചെയ്തതിന് ശേഷം അതിനെ ആ ഒരു കിട്ടുന്ന വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിനെ സീറോസിന്റെയും വൺസിന്റെയും ഇടയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഡ്യൂട്ടിയാണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫംഗ്ഷൻ ആണ്. സിഗ്മോയിഡ് ആണെന്നുണ്ടെങ്കിൽ സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. RULU ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ രീതിയിലാണ് വർക്ക് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് ലെയർ ഈസ് ഔട്ട്പുട്ട് ലെയർ. ലാസ്റ്റ് ലെയർ ഈസ് ഔട്ട്പുട്ട് ലെയർ. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്പുട്ട് ലെയറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് ലെയറിന്റെ കൂടെ കൊടുത്തിട്ടുള്ള ഈ 0.4 എന്ന് പറയുന്നത് അതിന്റെ കറക്റ്റ് വാല്യൂ ആണ്. 0.9 എന്ന് പറയുന്നത് സർക്കിളിന്റെ കറക്റ്റ് വാല്യൂ ആണ്. 0.06 എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ വാല്യൂ ആണ്. അതായത് ഇവിടുന്ന് നിങ്ങൾ പ്രോസസ് ചെയ്ത് ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ഇവിടെ കിട്ടുന്ന വാല്യൂസ് 0.9 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ എന്താണ്? അല്ലെങ്കിൽ 0.9നോട് ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ വാല്യൂസ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അത് കമ്പ്യൂട്ടേഷൻ ലേയേഴ്സ് കമ്പ്യൂട്ട് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് അതിന്റെ കറസ്പോണ്ടിങ് കറക്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്കം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ,
സോ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4 ആണ്, 0.4 ആണ്. സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ 0.9 ആണ്. ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ 0.6 ആണ്. കറക്റ്റ് പ്രഡിഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഇവിടെ നോക്കിയേ, സർക്കിളിലേക്ക് വരുന്നത് അപ്പോ സർക്കിളിനായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ളത് ആരെയാ നോക്ക്. സർക്കിളിലേക്ക് കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള വാല്യൂ എന്താണ്? 0.7 ആണ്. ഇവിടെ വന്നിട്ടുള്ളത് 0.6ഉം അതേപോലെ തന്നെ 0.3യും വന്നിട്ടുള്ളത്. 0.6 അല്ലെങ്കിൽ 0.3 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ 0.7 ആണ് വന്നിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് 0.6 ആൻഡ് 0.3 ആണ്. 0.7 ആണ്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ക്ലോസ് ടു 0.9 ആണ്. 0.7 കഴിഞ്ഞാൽ പിന്നെ 0 അല്ലേ വരിക. സോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്താണെന്നുള്ളത്. സർക്കിൾ ആണ് എന്നുള്ള ഒരു പ്രഡിക്ഷൻ അവിടെ ആ സിസ്റ്റം നടത്തും. സർക്കിൾ ആണ് എന്നുള്ള പ്രഡിക്ഷൻ ആണ് നടത്തുന്നത് ട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് നമുക്ക് സർക്കിൾ ആയതുകൊണ്ട് ആ പ്രഡിക്ഷൻ അവിടെ കറക്റ്റ് ആണെന്ന് പറയാം. പക്ഷേ ഈ സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യുക 0.6 ആണ് ഈ സിസ്റ്റത്തിന് കിട്ടിയ വാല്യൂ എന്ന് കരുതുക. നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് സർക്കിൾ ആണ്. പക്ഷേ സിസ്റ്റം കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 0.6 ആണെന്ന് കരുതുക. ഔട്ട്പുട്ട് എന്തായിട്ടായിരിക്കും നമുക്ക് തരിക? ട്രയാങ്കിൾ ആണ് എന്ന് പറയില്ലേക്കാരം സിസ്റ്റം നമുക്ക് ഔട്ട്പുട്ട് തരിക. കറക്റ്റ് ആണോ? അത് എറർ ആണ്. ആ എറർ വരുന്ന സമയത്ത് ഡിഫറൻസ് ഫൈൻഡ് ചെയ്യും. ഈ 0.6ഉം ക്രെഡിറ്റ് ചെയ്ത വാല്യൂവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഫൈൻഡ് ചെയ്യും. ആ ഡിഫറൻസിന്റെ ബേസിസിൽ നമുക്ക് ആ കറക്ഷൻ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് റിസൾട്ട് എന്തായിരിക്കണം? 0.9 ആയിരിക്കണം. പക്ഷെ ഇവിടെ കിട്ടിയത് 0.6 ആണ്. ഈ കേസിലല്ല ട്ടോ പറയുന്നത്. ഈ കേസിൽ കറക്റ്റ് വന്നിട്ടുള്ളത് 0.9 ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇൻ കേസ് നമുക്ക് കിട്ടുന്ന സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്ത് തരുന്ന റിസൾട്ട് 0.6 ആണ്. നമുക്ക് സർക്കിളിന്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 0.9 ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 0.6ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം ഇനിയും? 0.3 ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എവിടെ എത്തത്തുള്ളൂ? 0.9 ഒക്കെ എത്തത്തുള്ളൂ. സോ ഒരു പ്ലസ് 0.3ന്റെ ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? ഈ പ്ലസ് 0.3ന്റെ ഡിഫറൻസിനെ ഇവിടെയുള്ള ഏതെങ്കിലും വാല്യൂസിനകത്ത് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്ത് മാറ്റം വരുത്തണം. അങ്ങനെയാണ് ട്രെയിൻ ചെയ്യിച്ച് അതിന്റെ കറക്റ്റ് റിസൾട്ടിലേക്ക് എത്തുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. കറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്രഡിക്ഷൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ റോങ് പ്രഡിക്ഷൻ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റം വരുത്തണം എന്നർത്ഥം. ഓക്കെ. ഇനി ഫോർവേഡ് പ്രൊപ്പഗേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻപുട്ട്, ഹിഡന്, ഔട്ട്പുട്ട് ലെയേഴ്സ്. ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ആരോ ആണ്. ദാറ്റ് മീൻസ് അതെന്താ ചെയ്യുന്നത്? ഇഫ് ദ പ്രഡിക്ഷൻ ഈസ് ഇൻകറക്റ്റ് ദ നെറ്റ്വർക്ക് അഡ്ജസ്റ്റ് വെയിറ്റ് ആൻഡ് ബയാസസ് യൂസിങ് എറർ കറക്ഷൻ. വെയിറ്റും ബയാസസും യൂസ് ചെയ്തുകൊണ്ട് ആ എറർ കറക്ഷനെ മാറ്റം വരുത്തും, ചേഞ്ച് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഒരു ഇമേജ് ആണ്. ഫിഗർ ആണ് ഈ കാണിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ x1, x2, x3, x4, അപ് ടു xn എന്ന് പറയുന്നത് ഇൻപുട്സ് ആണ്. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ്സ് ഉണ്ട്. ആ വെയിറ്റ്സ് സമ്മേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. സമ്മേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇത് സമ്മേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് നടന്നില്ലേ, x1 × 0.8 പ്ലസ് x3 × 0.82 അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമ്മേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സമ്മ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അതിന്റെ കൂടെ അതിലേക്ക് ആരെയും ആഡ് ചെയ്യുന്നുണ്ട്? ബയാസിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം അതിനെ എന്തിലേക്ക് പാസ് ചെയ്യും? ആക്ടിവേഷൻ ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്യും. ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 0ന്റെയും 1ന്റെയും ഇടയിലുള്ള ഒരു വാല്യൂലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ദെൻ ലാസ്റ്റ് കിട്ടുന്ന പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് ആയിരിക്കും അതായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി അഗെയിൻ ഇത് അതിന്റെ തന്നെ വേറൊരു ഇക്വേഷൻ ആണ്. സെയിം തന്നെയാണ് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് എങ്ങനെയാണ് ആ ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത് പറയുന്നുണ്ട്. സിഗ്മ ഇവിടെ നിങ്ങൾ കണ്ടോ, സമ്മേഷൻ എന്ന് പറയുന്നത് ഇത് ഓരോന്നും ഇൻപുട്ട് ആണ്. x1, x2, x3 ഇൻപുട്ട് ആണ്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെയിറ്റ് ആണ് W1, W2, W3 എന്ന് പറയുന്നത്. അത് ഹിഡൻ ലെയറിനകത്തേക്കുള്ള ഈ ബ്ലൂ എന്ന് പറയുന്ന ഹിഡൻ ലെയറിനകത്തേക്കുള്ള ഒരു നോഡാണ്. അതിനകത്തേക്ക് വരും. അപ്പൊ ഈ ഒരു നോഡുമായിട്ട് ഈ 3 ഇൻപുട്സും കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതിനെ x1 W1 x1 × W1 പ്ലസ് x2 × W2 പ്ലസ് x3 × W3 ആണ് സിഗ്മ വരിക. സോ അതിനെ നമുക്ക് എങ്ങനെ ജനറലി കൺസിഡർ ചെയ്യാൻ പറ്റും? സിഗ്മ i = 1 to n അല്ലേ? ഇവിടെ 3 ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 മുതൽ 3 വരെയുള്ള എക്സുകളെ xi × wi എന്താ വരിക? xi × wi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 × w1
പ്ലസ് x2 ഇൻറ്റു w1 പ്ലസ് x3 ഇൻറ്റു w1 നമുക്കറിയാം സമ്മേഷൻ വർക്കാണ് ചെയ്യുന്നത്. ദെൻ ആ കിട്ടിയ സമ്മിന്റെ കൂടെ പ്ലസ് നമ്മൾ ബയാസിനെ ആഡ് ചെയ്യണം. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ബയാസിനെ ആഡ് ചെയ്യുള്ളൂ ഒരു നോഡിനകത്തേക്ക് കേട്ടോ. എന്നിട്ട് അതിനെ ഫംഗ്ഷനകത്തേക്ക് കൂടെ പാസ് ചെയ്യും. അതായത് നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷനകത്തേക്ക് കൂടെ പാസ് ചെയ്യും. നമുക്ക് y നമ്മുടെ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആര് വർക്ക് ചെയ്യുന്നത്, ന്യൂറൽ നെറ്റ്വർക്കിന്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് സെഷനിൽ നമുക്ക് നോക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് നെറ്റ്വർക്ക് മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. താങ്ക് യു.